നമസ്കാരം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഭരണാധികാരികളെ കൊണ്ട് നിവർത്തികെട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരു പോലീസിൻ്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിക്ക് സമീപം, വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന് സമീപം തിരുവനന്തപുരം CPMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ ഏരിയ സെക്രട്ടറി തിരുവനന്തപുരം പാളയം ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ വിളംബര ആഘോഷം, അദ്ദേഹം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ലോകത്തെ അറിയിക്കാനായി ഒരു സ്റ്റേജൊക്കെ കെട്ടി യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച ആ പ്രസ്തുത സംഭവത്തിന് കോടതിയിൽ നിന്ന് നിശിത വിമർശനം ഉണ്ടായിരിക്കുന്നു. അതായത് ഇതാണ് സഖാക്കൾ പറയുന്നത്: നമ്മുടെ പാർട്ടി ഭരിക്കുന്നു, നമ്മുടെ നിയമം, നമ്മുടെ കോടതി, നമ്മുടെ പോലീസ്, പിന്നെ എന്താ ഞങ്ങൾക്ക് ചെയ്തുകൂടാത്തത് എന്ന അഹങ്കാരത്തിൻ്റെ ഭാഷ്യമാണ് ഈ പറയുന്ന സഖാക്കൾ കാട്ടിയത്. ഏതായാലും പ്രസ്തുത പരിപാടിക്ക് വേദിയിലുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വി ജോയി എന്ന ജില്ലാ സെക്രട്ടറി, VK പ്രശാന്ത് എന്ന MLA, കടകംപള്ളി സുരേന്ദ്രൻ MLA, പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു തുടങ്ങി ആ വേദിയിലുണ്ടായിരുന്ന എല്ലാവർക്കുമെതിരെ കേസ് എടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ഹൈക്കോടതി നിശ്ചിതമായ ഭാഷയിലാണ് പോലീസിനെ വിമർശിച്ചത്. ഗതികെട്ട് പോലീസ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേട്ടില്ല, നിർബന്ധപൂർവം ചെയ്യുകയായിരുന്നു എന്ന്. ഏതായാലും ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ പോലീസിനെ കൊണ്ട് ഇത്തരത്തിൽ വിടുപണി ചെയ്യിക്കുന്ന പോലീസ് ഇന്ന് ഈ പറയുന്ന റോഡ് പൊതുജനത്തിന് പോകേണ്ട റോഡ് വഴിമുടക്കി സ്റ്റേജ് കെട്ടിയതിൻ്റെ പേരിൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന കോടതി ഇന്ന് അതേ കോടതിയിൽ കണ്ണൂർ ജോലി ചെയ്തിരുന്ന ADM, അതായത് ജില്ലയിലെ രണ്ടാമത് നിൽക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ നവീൻ ബാബുവിൻ്റെ മരണവുമായി സംബന്ധിച്ച് പോലീസ് തന്നെ സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്തതിൻ്റെ ഫലമായിട്ടുള്ള കേസ് വിസ്താരം കോടതിയിൽ ഇപ്പോൾ നടക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ മറ്റൊരു വീഴ്ചയെക്കുറിച്ച് നാം ഇവിടെ പറയുന്നത്. ഏതായാലും നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ ഹർജിയിന്മേലുള്ള വാദം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പോലീസ് പറയുന്നു, പോലീസ് പറഞ്ഞിട്ട് കേട്ടില്ല എന്ന്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിലും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഏരിയ സെക്രട്ടറിയുടെ ഭാഷ്യം നാം കേട്ടതാണ്. അല്ലാതെ തന്നെ ജില്ലാ സെക്രട്ടറിയൊക്കെ പറ്റിപ്പോയി എന്ന് പറയുന്നു. ഏതായാലും കോടതിയെ, നിയമത്തെ ഇനി വിമർശിക്കാത്തതായി ഒന്നുമില്ലാത്ത വളരെ പരമോന്നതരായ ഇത്രയും നല്ല നേതാക്കൾ വേറെ ഇല്ലാത്ത ഈ പാർട്ടിയിൽ പ്രമുഖരായ എല്ലാവർക്കുമെതിരെ, സ്റ്റേജിലിരുന്ന എല്ലാവർക്കുമെതിരെ ഓല ഉടൻ തന്നെ കോടതിയിൽ നിന്ന് കിട്ടും. എന്നാലും ഇതൊന്നും കിട്ടിയാലൊന്നും ഇവർ പഠിക്കാൻ പോകുന്നില്ല. ഏതായാലും ആഘോഷം ഗംഭീരമായി നടക്കാനായി ഇറങ്ങി തിരിച്ചു. പുലിവാല് പിടിച്ച ഒരു അവസ്ഥയിലാണ് തിരുവനന്തപുരത്തെ CPMന്റെ നേതൃത്വവും സംസ്ഥാന ഘടകത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും. ഇനി ഇത്തരത്തിൽ ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോഴത്തേക്കും ജനത്തിന് ദ്രോഹമായി തീരത്തക്ക രീതിയിൽ എവിടെയെല്ലാം എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഉടയതമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇത് എന്തായി തീരുമെന്ന്. വേദിയിൽ ഉണ്ടായിരുന്ന എല്ലാ വലിയ നേതാക്കൾക്കും ഇൻഡാസ് കിട്ടും എന്ന് തന്നെയാണ്, കൊടുക്കണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഗതികെട്ട് പോലീസ് പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിൽ പങ്കില്ലേ? കോർപ്പറേഷൻ ഭരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവും കൂടെ ഒരു പാവൻ ഡ്രൈവറുടെ പണി കളഞ്ഞ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏതായാലും നമ്മുടെ ഭരണം, നമ്മുടെ പോലീസ്, നമ്മുടെ നിയമം, ഇതാണ് അവിടെ പാർട്ടി സഖാക്കൾ കാണിച്ചത്. ഏതായാലും കോടതിയുടെ നിശ്ചിത വിമർശനത്തിന് മുന്നിൽ മുട്ടുമടക്കി നേതാക്കൾക്ക് ഇതിന് മറുപടി കൊടുക്കേണ്ടി വരും. ഏതായാലും ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് ഹൈക്കോടതിക്ക് നൽകാം. ഇനിയെങ്കിലും ഈ വിടുവായിത്തരം പറയുന്നതും ചെയ്യുന്നതും നിർത്തണമെന്ന് സ്വയം ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ എന്ന് ഈ നേതാക്കൾ ചിന്തിക്കട്ടെ. നന്ദി, നമസ്കാരം.